കറന്റിൽ ഞാനുള്ളത് നമ്മുടെ രാജസ്ഥാനിലെ സിക്കാറിലുള്ള അരാവലി വെറ്റിനറി കോളേജിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനുള്ളത്. എൻ്റെ ഈ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു ലാർജ് ക്യാമ്പസ് ആണ് നമ്മുടെ അരാവലി വെറ്റിനറി കോളേജിന്റെ വളരെ സുന്ദരമായ ഒരു ക്യാമ്പസ്. ഇന്ത്യയിൽ തന്നെ ആദ്യകാല പ്രൈവറ്റ് വെറ്റിനറി കോളേജുകളിൽ ഒരു കോളേജാണ് അരാവലി വെറ്റിനറി കോളേജ്. ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സിക്കാർ ടു ജയ്പൂർ പോകുന്ന ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈവേ നിന്ന് കോളേജിലോട്ട് തന്നെ കയറാനായിട്ട് ഒരു 100 മീറ്റേഴ്സ് ലെങ്തിലുള്ള ഒരു റോഡ് ഉണ്ട്. അതായത് നമ്മുടെ പ്രോപ്പർ ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇവിടെ എത്തലെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇന്ത്യയിലുള്ള ടോപ്പ് ആയിട്ടുള്ള ഒരു 5 വെറ്റിനറി കോളേജസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം അരാവലി വെറ്റിനറി കോളേജ് തന്നെയായിരിക്കും. കാര്യം ആദ്യകാല വെറ്റിനറി കോളേജാണ്. ഇനി അത് മാത്രമല്ല, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു കോളേജ് കൂടിയാണ് അരാവലി വെറ്റിനറി കോളേജ്. ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോളേജിന്റെ ക്യാമ്പസ് ഒക്കെ ഒന്ന് നടന്ന് കാണാനായിട്ട് പോവാണ്. പിന്നെ നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നിങ്ങളുടെ +2 പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെറ്റിനറി അഡ്മിഷൻ എടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് വെറ്റിനറി കോളേജ് തന്നെയാണ് അരാവലി വെറ്റിനറി കോളേജ്. ഇനി നിങ്ങൾക്ക് രാജസ്ഥാനിൽ എങ്ങനെയാണ് വെറ്റിനറിക്ക് അഡ്മിഷൻ എടുക്കുന്നത്, ഇല്ല ഇനി അരാവലി വെറ്റിനറി കോളേജിൽ തന്നെ എങ്ങനെ അഡ്മിഷൻ ലഭിക്കും എന്ന ഡൗട്ടൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതിന് തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്യാമ്പസ് ഫുള്ളായിട്ട് നടന്നൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ വളരെ സുന്ദരമായിട്ടുള്ള ക്യാമ്പസ് വരുന്നത്. ഭയങ്കര ഗ്രീനി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ഇത് നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ്. ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു കോളേജ് ഇരിക്കുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ജയ്പൂർ ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു കോളേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ റീച്ചബിലിറ്റി ഒരിക്കലും ഒരു പ്രോബ്ലം ഇല്ല ഈ കോളേജിലോട്ട് വരാനായിട്ട്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് നാട്ടിൽ നിന്ന് പോകുകയാണെങ്കിൽ. ഒന്നെന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് ജയ്പൂർ പോവുക. ജയ്പൂർ നമുക്ക് ട്രെയിൻസ് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ പിന്നെ ഡൽഹി പോവുക. ഡൽഹി പോയതിന് ശേഷം നമുക്ക് വരാനായിട്ട് സാധിക്കും. ഈ ഒരു 2 ഓപ്ഷൻസ് ആണ് നമുക്ക് റീച്ചബിലിറ്റിക്ക് ആയിട്ടുള്ളത്. ഇന്ത്യയിലുള്ള പ്രൈവറ്റ് വെറ്റിനറി കോളേജസിൽ ആദ്യകാല പ്രൈവറ്റ് വെറ്റിനറി കോളേജ് തന്നെയാണ് അരാവലി വെറ്റിനറി കോളേജ്. ഞാനിവിടെ വന്നതിന് ശേഷം ഇവരുടെ ഹോസ്പിറ്റൽ, അത് കൂടാണ്ട് ഇവരുടെ എന്താണ് ക്ലിനിക്സ് കണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇവരുടെ ഫാംസ് കണ്ടായിരുന്നു. ദെൻ ലാബ്, ലൈബ്രറി, അങ്ങനെ മ്യൂസിയംസ്, അങ്ങനെയുള്ള എല്ലാ സംഭവവും കണ്ടായിരുന്നു. ഫെസിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇന്ത്യയിലുള്ള ടോപ്പ് ആയിട്ടുള്ള ഒരു 5 വെറ്റിനറി കോളേജസ് എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് എന്തായാലും അരാവലി വെറ്റിനറി കോളേജ് തന്നെയായിരിക്കും. കറന്റിൽ നമുക്ക് ഇന്ത്യയിൽ പ്രൈവറ്റ് വെറ്റിനറി കോളേജസിൽ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉള്ള കോളേജസ് ഉള്ള 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹരിയാനയും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ രാജസ്ഥാനാണ്. ഈ ഒരു 2 സ്റ്റേറ്റിലും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 12ഓളം പ്രൈവറ്റ് വെറ്റിനറി കോളേജസ് ആണ് കറന്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5 കോളേജസിൽ ഒന്ന് എന്തായാലും അരാവലി വെറ്റിനറി കോളേജ് തന്നെയായിരിക്കും. സോ നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൈവറ്റ് വെറ്റിനറി കോളേജിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും. ഈ ഒരു ക്യാമ്പസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സിംഗിൾ ക്യാമ്പസിനകത്താണ് വരുന്നത്. അവരുടെ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഫാം ഹൗസ്, അത് കൂടാണ്ട് ബോയ്സിന്റെയും ഗേൾസിന്റെ ഹോസ്റ്റലൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത്. സ്റ്റുഡൻസിന്റെ പ്ലേ ഗ്രൗണ്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു സിംഗിൾ ക്യാമ്പസിനകത്ത് വരുന്ന ഒരു കോളേജാണ് അരാവലി വെറ്റിനറി കോളേജ് എന്ന് പറയുന്നത്. പിന്നെ നോർമലി എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, വെറ്റിനറി കൗൺസിലിന്റെ അപ്രൂവലുള്ള കോളേജസിൽ നമുക്ക് വെറ്റിനറിക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നീറ്റ് ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നീറ്റിന്റെ മാർക്കിന്റെ മാനദണ്ഡത്തിലാണ് ഇവിടുത്തെ കൗൺസിലിംഗ് നടക്കുന്നതെന്ന് അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ കറന്റ്ലി രാജസ്ഥാനിലും ഹരിയാനയിലാണ് പ്രൈവറ്റ് വെറ്റിനറി കോളേജസ് ഉള്ളത്. ഇതുവരെ വെറ്റിനറി എന്ന് പറയുന്ന ഒരു കോഴ്സിന് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നീറ്റിന്റെ അണ്ടറിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് നമുക്ക് നീറ്റ് ക്വാളിഫൈഡ് ആവണം എന്ന ആവശ്യമില്ല. പക്ഷെ നമ്മൾ നീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം നമുക്ക് 1 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നീറ്റിന് 1 മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ മിനിമം നീറ്റിന് നമുക്ക് 1 മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇത് കൂടാണ്ട് ഏകദേശം എല്ലാ പ്രൈവറ്റ് വെറ്റിനറി കോളേജസിലും നമുക്ക് മാനേജ്മെന്റ് സീറ്റ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് NRI സീറ്റ്സും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കറന്റ്ലി അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാ പ്രൈവറ്റ് വെറ്റിനറി കോളേജസിലും നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് അഡ്മിഷനും ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ആണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ക്യാൻറ്റീനൊക്കെയാണ്. ഇവിടുന്ന് കയറുന്ന സമയത്ത് അവരുടെ ഗസ്റ്റ് ഹൗസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ, അങ്ങനെയുള്ള കാര്യമാണ് വരുന്നത്. ദെൻ ഈ ഒരു റോഡ് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണ് വരുന്നത്. ദെൻ ഹോസ്പിറ്റൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റോഡ് ലെഫ്റ്റ് പോയിട്ട് ഡെഡ് എൻഡ് പോകുന്ന സമയത്താണ് പിന്നെ നമ്മുടെ ഫാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലാണ് വരുന്നത്. ബോയ്സ് ഹോസ്റ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ സേഫ്റ്റി എന്ന് പറയുന്നൊരു കാര്യത്തിനകത്ത് ഒരു പാരന്റും ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. ബിക്കോസ് ഇപ്പം ബോയ്സിന്റെ ഹോസ്റ്റൽ, ഗേൾസിന്റെ ഹോസ്റ്റൽ, ദെൻ എന്താണ് അവരുടെ ഗ്രൗണ്ട്, അത് കൂടാണ്ട് നമ്മുടെ റിഫ്രഷ്മെന്റ് ഏരിയാസ് ലൈക്ക് ഇപ്പൊ നമ്മുടെ മെസ്സ്, പിന്നെ ക്യാൻറ്റീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻസൈഡ് ക്യാമ്പസ് തന്നെ വരുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡന്റിന് പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല.
അതുകൂടാണ്ട് വളരെ ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമ്പസ് ആണ്. നമ്മളിവിടെ ലാബും അതുപോലെ തന്നെ ഇവരുടെ അനാട്ടമി മ്യൂസിയം ഒക്കെ കണ്ടിട്ട് സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയേറെ ഫെസിലിറ്റി ഉള്ള ക്യാമ്പസ് ആണ്. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ അപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് നിങ്ങൾ വെറ്റിനറിക്ക് അഡ്മിഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജസ് കിട്ടിയില്ല, നിങ്ങൾ പ്രൈവറ്റ് കോളേജിലും പോകാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ചോയ്സസിൽ ഒന്നാണ്. ഇപ്പൊ നമുക്ക് എന്താണ്, ഇന്ത്യയിൽ ഏകദേശം അരാവലിയുടെ ഫെസിലിറ്റിയുള്ള ഏകദേശം ഒരു 5-6 കോളേജസ് അവൈലബിൾ ആണ്. അപ്പം അതിനകത്ത് എല്ലാ കോളേജസിന്റെ ബഡ്ജറ്റ് ഒന്നും സെയിം അല്ല. സോ നിങ്ങളുടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അരാവലി വെറ്റിനറി കോളേജിലെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.